അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇന്ന് വളരെ പവിത്രമേറിയ, നിങ്ങൾ ഇതുവരെ ഇത് കേട്ടിട്ടുണ്ടാകൂല എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അത് പറയണം. വളരെ പവിത്രമേറിയൊരു സ്വലാത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്വലാത്ത് അത്രമേൽ അനുഭവമുള്ള സ്വലാത്താണ്. എന്താണ് അനുഭവം എന്നറിയോ? ഇതാരെങ്കിലും ചൊല്ലിയിട്ട് ചൊല്ലിത്തീരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇത് അനുഭവിച്ചറിയുമെന്ന് എത്രയോ ആളുകൾ ചൊല്ലിയിട്ട് മഹാന്മാരൊക്കെ പറഞ്ഞതാണ് ഈ ഒരു സ്വലാത്തിനെ കുറിച്ച്. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. എഴുതി വെക്കാൻ കഴിയുന്നവർ എഴുതി വെക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, മദീനയിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഇപ്പോൾ തന്നെ ഇത് അയച്ചു കൊടുക്കുക. കാരണം അത്രയും ആഗ്രഹിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതിൻ്റെ ഒരു രൂപം ചെയ്യാനുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, പോയി വന്നവരൊക്കെ ആരും ആവട്ടെ, അവർക്കൊക്കെ ചൊല്ലാൻ പറ്റും. പ്രത്യേകിച്ച് ഉംറക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾ, നബിതങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവർക്ക് പ്രത്യേകമായിട്ട് ഇത് ഉപകാരപ്പെടും. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നേരെ സ്ക്രീനിലത് കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? ആരെങ്കിലും റൗള ഷെരീഫ് സിയാറത്ത് ചെയ്യുന്ന സമയത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ ഉംറയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടാണല്ലോ നമ്മളൊക്കെ തിരിച്ചു വരിക. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കും, ഈ സ്വലാത്ത് 63 തവണ അത് ചൊല്ലുക. 63 തവണ അത് ചൊല്ലുകയാണെങ്കിൽ അവിടെ ആ താമസിക്കുന്ന സമയം, ഇപ്പോൾ മദീനയുടെ സിയാറത്തിൻ്റെ വേളയിലാണല്ലോ, ഉംറയുടെ വേളയിലാണല്ലോ, ഈ ഉംറയുടെ വേളയിലോ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പോ എത്തിയതിന് ശേഷമൊക്കെ ആയിട്ട് അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണോ അതൊക്കെ വളരെ പെട്ടെന്ന് അത് നീങ്ങിപ്പോവുകയും അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുന്നതാണ്. ഇത് പരിശോധിച്ചറിഞ്ഞ് ഈ ഇതിൻ്റെ ഫലം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് മഹാത്മാക്കളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണത് ചൊല്ലേണ്ടത് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് നോക്കുക. ഇൻഷാ അല്ലാഹ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. ചൊല്ലേണ്ട രൂപം പറഞ്ഞുതരാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അതെല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആ ഭാഗം എല്ലാവർക്കും അറിയും. ഇനി അടുത്തത് അന ലൈഫുക് വഫീ റിഹാബിക് വഅല ബാബിക് വഅതാബിക് ഫഅക്രിംനി മഅ അഹ്ബാബിക്. വളരെ പവിത്രമേറിയ ഒരു സ്വലാത്താണത്. എങ്ങനെ ചൊല്ലേണ്ടത്? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അന ലൈഫുക വഫീ റിഹാബിക വഅലാ ബാബിക വഅതാബിക ഫഅക്രിംനി മഅ അഹ്ബാബിക്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അന ലൈഫുക വഫീ റിഹാബിക വഅലാ ബാബിക വഅതാബിക ഫഅക്രിംനി മഅ അഹ്ബാബിക്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയോ? നമുക്കൊക്കെ അറിയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ ഗുണം, സ്വലാത്തും സലാമും എൻ്റെ നേതാവായ റസൂലായ അള്ളാഹിൻ്റെ റസൂലായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങയുടെ മേൽ സ്വലാത്തും സലാമും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ദുആയാണ് ആദ്യത്തെ. പിന്നെന്താ പറയുന്നത്? അന ലൈഫുക് വഫീ റിഹാബിക് വഅലാ ബാബിക് വഅതാബിക് ഫഅക്രിംനി മഅ അഹ്ബാബിക്. അന ലൈഫുക്, ഞാൻ അങ്ങയുടെ അതിഥിയാണ്. വഫീ റിഹാബിക് വഅലാ ബാബിക്, അങ്ങയുടെ മുറ്റത്ത്, അങ്ങയുടെ വാതിലിനടുത്ത്, അങ്ങയുടെ ഉമ്മറപ്പടിക്കൽ. വഅതാബിക് ഫഅക്രിംനി, ഞാനിതാ എത്തിയിരിക്കുകയാണ്. അങ്ങയുടെ മുറ്റത്ത്, അങ്ങയുടെ വാതിലിൽ, അങ്ങയുടെ ഉമ്മറപ്പടിയിൽ ഞാനിതാ എത്തിയിരിക്കുകയാണ്. ഫഅക്രിംനി മഅ അഹ്ബാബിക്, അതുകൊണ്ട് അങ്ങയുടെ അഹ്ബാബീങ്ങളോടുകൂടെ എന്നെയും
ബഹുമാനിക്കണേ, ഇക്റാം ചെയ്യണേ എന്ന് പറഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ പറയണം. ഇത് റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഈ വചനം ഇത് 63 തവണ ആവർത്തിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞാൽ അവിടെയുള്ള ആ വേളയിലോ, ആ സിയാറത്തിൻ്റെ ആ വേളയിലോ, അതിനുശേഷം വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പോ എത്തിയ ഉടനെയൊക്കെ ആയിട്ട് അവൻ്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടും. തവസ്സുലാക്കി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിശോധിച്ച് ഫലം അനുഭവിച്ചറിഞ്ഞ എത്രയോ മഹത്തുക്കളുണ്ട്. ഇത് ചൊല്ലുന്നതിൻ്റെ മുമ്പ് ചൊല്ലാനുള്ള മറ്റൊരു പദവും കൂടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മുമ്പ് ചൊല്ലാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പദവും കൂടെയുണ്ട്. അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആദ്യം കാണിച്ചത് മാറ്റിയിട്ട് രണ്ടാമത്താണ് ഇത്. ആദ്യത്തേതല്ല, ഇത് രണ്ടാമത്തേതാണ്. ഇത് നമ്മൾ ഈ സ്വലാത്ത് നേരത്തെ കാണിച്ച സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മുമ്പ് ചൊല്ലേണ്ടതാണ്. എന്താണ് ചൊല്ലേണ്ടത്? യാ റസൂലല്ലാഹ് ഇന്നൽ അറബ തുക്രിമുൽ ലൈഫാൻ വതുഗീസുൽ ലഹ്ഫാൻ വഅൻത സയ്യിദുൽ അറബി വൽ അജം വഅനൽ യൗമ ലൈഫുക വലഹ്ഫാൻ ഫഅക്രിംനി യാ റസൂലല്ലാഹ്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയോ? യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നൽ അറബ തുക്രിമുൽ ലൈഫാൻ, തീർച്ചയായിട്ടും അറബികളാകുന്നത്, ഈ അറബികൾ അവർ അതിഥികളെ ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. വതുഗീസുൽ ലഹ്ഫാൻ, അവർ വിഷമിക്കുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ, നിരാലംബരെ സഹായിക്കുന്നവരാണ്. വാന്ത സയ്യിദുൽ അറബി വൽ അജം, അങ്ങാണെങ്കിലോ അറബികളുടെയും അനറബികളുടെയും നേതാവാണ്. വ അനൽ യൗമ ലൈഫുക്, ഞാനാവട്ടെ ഇന്ന് അങ്ങയുടെ വിരുന്നുകാരനാണ്. വലഹ്ഫാൻ, വിഷമിച്ചവനുമാണ്. അതിനാൽ ഫഅക്രിംനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, എന്നെ ബഹുമാനിച്ചാലും ആദരിച്ചാലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ നേരെ തവസ്സുലാക്കിയിട്ട് ഇസ്തിഗ്ഫാ ചെയ്ത് അള്ളാഹിൻ്റെ ഹബീബിനോട് നമ്മൾ പറയാണ്. അള്ളാഹിനോട് പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി പറയാണ്. അത് ശിർക്കൊന്നല്ല. ഈ പുത്തൻവാദികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ പറയുന്ന പോലെ, വഹാബികൾ പറയുന്ന പോലെ നമ്മളൊരു വെള്ളം എടുക്കാൻ വേണ്ടി ഒരാളോട് ചോദിക്കുന്നത് ശിർക്കാവോ? അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ആ കഴിവ് കൊണ്ടല്ലേ എല്ലാം ചെയ്യുന്നതും പറയുന്നതൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇതാണ്. അതിൻ്റെ മുമ്പ് ചൊല്ലേണ്ടത് ഇതിങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങിക്കാനും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാനും നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇത് പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. എപ്പോഴാണോ നമുക്ക് ഉംറ ചെയ്യാനും സിയാറത്ത് ചെയ്യാനുള്ള അവസരം വരുന്നത്, ആ സമയത്ത് ഇത് നിങ്ങൾ നല്ലൊരു മുതൽക്കൂട്ടായി കൊണ്ട് നടന്ന് ഇത് ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകും. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം, അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ ദുആ വസിയത്തുകൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ഇതിന് താഴെയും കുറേ ആളുകൾ ദുആ വസിയത്തുകളൊക്കെ അറിയിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളതൊക്കെ വായിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല വിഷയങ്ങളിലും അകപ്പെട്ടവരുണ്ട്. ജയിലിലകപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലായവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ ധാരാളമായിട്ട്. സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ബുദ്ധിമുട്ടുകളില്ല. സ്വലാത്ത് കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല. എത്രയോ അനുഭവങ്ങൾ. ഇപ്പം ഈ പറഞ്ഞതൊരു സ്വലാത്താണ്. ഇങ്ങനെ എത്ര സ്വലാത്തിൻ്റെ വചനങ്ങളുണ്ട്. എന്തേ സ്വലാത്തിൻ്റെ വചനങ്ങളൊക്കെ വരാൻ കാരണം? വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനാണ് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവിൻ എന്നുള്ളത്, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി. എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുവിൻ എന്ന് പറഞ്ഞപ്പോൾ, സ്വലാത്തുകളും സലാമുകളും ചൊല്ലുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഇമാമിങ്ങൾ കുറേ സ്വലാത്തുകൾ രചിച്ചു. നമുക്കറിയാവുന്ന എത്രയോ സ്വലാത്തുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഇബ്രാഹിമിയുണ്ട്, അല്ലെ? നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലുന്ന സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൻ നാരിയ, സ്വലാത്തു തിബ്, ഇങ്ങനെ തുടങ്ങിയ സ്വലാത്തു താജ്, അള്ളമ സ്വലാത്തൊക്കെ ചൊല്ലിയിരുന്ന എത്രയോ ഉപ്പമാരുണ്ട്, ഇപ്പോഴും ചൊല്ലുന്നവരുണ്ട്. നിരവധി സ്വലാത്തുകൾ.
ആ സ്വലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ എഴുതി അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.